നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ തെറ്റുതിരുത്തൽ അധരവ്യായാമം മാത്രമെന്ന് നിയുക്ത തളിപ്പറമ്പ് എംഎൽഎ ടി കെ ഗോവിന്ദൻ. ഇക്കാലം വരെ സിപിഎം തെറ്റുതിരുത്തിയിട്ടില്ലെന്നും തിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണെന്നും ഗോവിന്ദൻ. അന്തരിച്ച സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ച് നിയുക്ത എംഎൽഎ ടി കെ ഗോവിന്ദൻ. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. വടക്കേപ്പൊയിലൂരിൽ സ്ഫോടക വസ്തു പൊട്ടി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ 2 വിരലുകൾ മുറിച്ചുമാറ്റി. വീട്ടുമുറ്റത്തുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റത് മുഹമ്മദ് ഷഹദിന്. അന്യായമായ പാചകവാതക വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. കോഫി ഹൌസുകൾ തുറന്നത് രക്ഷയായി. വാർത്തകൾ വിശദമായി. സിപിഎമ്മിന്റെ തെറ്റുതിരുത്തൽ അധരവ്യായാമം മാത്രമെന്ന് നിയുക്ത തളിപ്പറമ്പ് എംഎൽഎ ടി കെ ഗോവിന്ദൻ. സിപിഎം തിരുത്താൻ തയ്യാറല്ല എന്നതാണ് എന്റെ അനുഭവം. ഇക്കാലം വരെ സിപിഎം തെറ്റുതിരുത്തിയിട്ടില്ല. തിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണ്. നേതൃത്വം മാറണം എന്ന് പറയാൻ താൻ ആളല്ലെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പിൽ യുഡിഎഫിന് ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. യുഡിഎഫ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത് യുഡിഎഫിന്റെ ഉശിരുള്ള പ്രവർത്തകന്മാരായിരുന്നു. ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും എല്ലാവരും അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായത്. സിപിഎമ്മിനകത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ, കുടുംബാധിപത്യത്തിനും അതുമൂലം ഉണ്ടാകുന്ന അഴിമതിക്കും എതിരെയിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് തളിപ്പറമ്പിലെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ സിപിഎം തയ്യാറാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 10 വർഷക്കാലം ഭരിച്ച ഇടത് ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. സിപിഎമ്മിന്റെ പല ശക്തി കേന്ദ്രങ്ങളുമാണ് തകർന്നടിഞ്ഞത്. ഇത് കാണിക്കുന്നത് സിപിഎം ഇന്ന് എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. സിപിഎം നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനുള്ള തിരിച്ചടിയാണ്. ഇപ്പൊ ജനങ്ങൾ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പാഠം പഠിക്കുമോ എന്ന ചോദ്യമാണ് സിപിഎംകാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം സിപിഎമ്മിനെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. അത് യുഡിഎഫിന് ഏറ്റവും ആവേശകരമായ ഒരു വിജയമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. തളിപ്പറമ്പിലെ ജനങ്ങൾ തീർത്തും വിശേഷിച്ചും സിപിഎമ്മിന്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ സിപിഎമ്മിനെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിന്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ സിപിഎമ്മും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തളിപ്പറമ്പിലെ നിയുക്ത എംഎൽഎ ടി കെ ഗോവിന്ദൻ അന്തരിച്ച സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചു. പത്നി കെ പി രമണിക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. ടി കെ ഗോവിന്ദന്റെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു. അതേസമയം പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ മത്സരിച്ച ഒരു നേതാവ് സിപിഎം നേതാവിന്റെ വീട്ടിലെത്തുന്നത് ഇത് ആദ്യമായാണ്. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഗോവിന്ദന്റെ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയിൽ സിപിഎം നേതൃത്വം കടുത്ത വിമർശനം നേരിടുന്നതിനിടെയാണ് മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരിയുടെ വീട്ടിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരാൾ എത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ജി സുധാകരനോ കുഞ്ഞികൃഷ്ണനോ ടി കെ ഗോവിന്ദൻ മാഷോ പാർട്ടിക്ക് പുറത്തു പോവേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലെന്ന് രമണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോടിയേരിയുടെ അഭാവം പാർട്ടിയിൽ പ്രകടമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയെ LDF സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി വ്യക്തമാക്കിയാണ് ടി കെ ഗോവിന്ദൻ പാർട്ടി വിട്ടത്. പാർട്ടിയുമായി പൂർണ്ണമായി അകന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഗോവിന്ദന്റെയും ഭാര്യയുടെയും സന്ദർശനം. വടക്കേപ്പൊയിലൂരിൽ സ്ഫോടക വസ്തു പൊട്ടി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ 2 വിരലുകൾ നഷ്ടമായി. മുഹമ്മദ് ഷഹദിനാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടുമുറ്റത്തുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റത്. വടക്കേപ്പൊയിലൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ
വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. 2 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഉച്ചതിരിഞ്ഞാണ് നാടിന് നടുക്കിയ സംഭവം വടക്കേപ്പൊയിലൂരിൽ നടന്നത്. വടക്കേപ്പൊയിലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹദിനാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. കുട്ടിയുടെ ഇടത് കൈ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ മുഹമ്മദ് ഷഹദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. 2 വിരലുകൾ മുറിച്ചു മാറ്റിയതായാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകിയ സൂചന. സ്ഫോടനം നടന്ന സ്ഥലത്ത് കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. പൊട്ടിയത് ഷിൽ ബോംബാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ സമൂസ പോലൊരു വസ്തു ഉപയോഗിച്ച് കളിച്ചപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. ഫോറൻസിക്കിന്റെ പരിശോധനയിലൂടെ മാത്രമേ എന്തുതരം വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. കോളേജിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് കുട്ടി ഞാൻ അങ്ങ് കയറിയിട്ടില്ല. കുട്ടി ഓടിക്കൊണ്ട് വൈരം വിളിച്ച് വരുന്നതാണ് വന്ന്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു ഓട്ടോനെ വിളിച്ച്. അപ്പോഴേക്ക് വേറെ ആൾക്കാരുണ്ട്, 2-3 ആളുണ്ട്. എല്ലാവരും കൂടി നമ്മളിങ്ങനെ കുട്ടീൻ്റെ ഉമ്മയും എല്ലാം കൂടി 2-3 കുഞ്ഞുങ്ങൾ എല്ലാം കൂടി വണ്ടിയിൽ ഓട്ടോയിൽ അങ്ങ് തലശ്ശേരിയൊക്കെ വിട്ടിന്. പരിക്കുപറ്റി കൈക്ക് നല്ല പരിക്കാ. ഈ വെള്ളമൊന്നും ഇല്ല, വെള്ളം ചതറിപ്പോയി. ഇതൊരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു സുമാറ്. ഞാൻ അന്നേരം സമയം അത്ര കറക്റ്റായിട്ടൊന്നും നോക്കിയില്ല. ഓ നല്ല ഒച്ചയുണ്ട്. ഒച്ച കേട്ടോണ്ടാ. സ്റ്റീൽ ബോംബാന്ന് വെച്ചാൽ ഞാനവിടെ പോയിട്ട് അതിൻ്റെ ഇത് കേട്ടില്ല. സൗണ്ടെല്ലാം കേട്ടിന് എന്നല്ലാണ്ട് വധിക്കാൻ ഞാൻ കേട്ടില്ല. ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ വന്ന് അന്വേഷിച്ചു. മറ്റേ ബോംബ് സ്ക്വാഡ് അവരെല്ലാം വന്ന് അന്വേഷിച്ചു. കണ്ണൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരണമടഞ്ഞു. തളിപ്പറമ്പ് പട്ടുവം കാവുങ്കലിലെ വയോധിക മരിച്ചു. നമ്പർ 1 നാരായണിയാണ് മരിച്ചത്. ഏപ്രിൽ 26-നാണ് തളിപ്പറമ്പ് പട്ടുവം കാവുങ്കലിലെ നമ്പർ 1 നാരായണിക്ക് വീടിന് സമീപത്തു നിന്നും കടിയേറ്റത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ വീണ്ടും പി ജയരാജൻ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലക്സിലുള്ളത്. അഴീക്കോട് മണ്ഡലത്തിലാണ് ബോർഡുകൾ ഉയർന്നത്. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ജില്ലയിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർന്നിരുന്നു. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂവെന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPM-ൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ നേരത്തെയും ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പി ജയരാജനെ പിന്തുണച്ച് വ്യാപകമായി വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത്. അന്യായമായ പാചകവാതക വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കടയടച്ച് പ്രതിഷേധിച്ചു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KHRA സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ ധർണ ഉദ്ഘാടനം ചെയ്തു. വോട്ടുകളെല്ലാം പെട്ടിയിലായി, ഇനി തൽക്കാലം ആരെയും ഭയപ്പെടാനില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഏകപക്ഷീയമായി ഗ്യാസിന് വില വർദ്ധിപ്പിച്ചു 993. എനിക്ക് കേന്ദ്ര സർക്കാർ ചെയ്ത ചെറിയൊരു ഔദാര്യം എന്ന് പറയുന്നത് 1000 എത്തിച്ചില്ല. 1000 എത്തിക്കാതെ നമ്മുടെ ഭാഗ്യം. അപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ ഈ മെയ് വരെ ഏകദേശം 1753 ഉണ്ടായിരുന്ന ജനുവരിയിൽ 1753, അത് മെയ് ആകുമ്പോൾ 3200 രൂപ. ഏകദേശം 90% ഗ്യാസിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഹോട്ടൽ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് അധികാരികൾ ചിന്തിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിൽ തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ദുസ്സഹമായ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ മറ്റേ എല്ലാ മേഖലയിലും വിലവർദ്ധനവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാചകവാതക വില വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഹോട്ടൽ വ്യവസായത്തെ സാരമായി ബാധിക്കുന്ന ഈ നടപടിയിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണശാലകളിലും ചായക്കടകളിലും ദൈനംദിന ചെലവിൽ ഏറ്റവും വലിയ വിഹിതം ഇപ്പോൾ ചെലവാക്കുന്നത് ഗ്യാസിനാണ്. ഗ്രാമപ്രദേശങ്ങളിലെയും പട്ടണങ്ങളിലെയും ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പല സ്ഥാപനങ്ങളും ഇതിനകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഗ്യാസ് വില വർധനവ് നേരിട്ട് ഭക്ഷണവില വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നു.
സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നത് ബുദ്ധിമുട്ടായി മാറുകയാണ്. GST, ലൈസൻസ് ഫീസ്, PCBയുടെ നിബന്ധനകൾ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും 4 ഇരട്ടിയെ വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് തുടങ്ങിയവ വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുകയാണെന്നും KP ബാലകൃഷ്ണ പൊതുവാൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KN ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു. KHRA ജില്ലാ ട്രഷറർ M ലക്ഷ്മണൻ നന്ദി പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം, ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 96568138334 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്,
3D scanning and digital printing, ultra-modern X-ray facilities, well-equipped ultra-modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലൂർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. താങ്ങാനാവാത്ത നിലയിൽ ഗ്യാസ് വില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി KHRA ആഹ്വാനം ചെയ്ത സൂചനാ സമരം തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ് മേഖലകളിൽ പൂർണ്ണം. തലശ്ശേരി നഗരത്തിൽ കോഫി ഹൗസുകൾ ഒഴികെ മറ്റ് ഹോട്ടലുകളൊന്നും തുറന്നില്ല. തലശ്ശേരിയിൽ ഇന്ത്യൻ കോഫി ഹൗസുകൾ പതിവ് പോലെ തുറന്നു. തലശ്ശേരി പട്ടണത്തിൽ പ്രധാന ബേക്കറികൾ ഹോട്ടൽ സമരത്തിൽ പങ്കെടുത്തില്ല. പഴയ ബസ് സ്റ്റാൻഡിലെ ജയഭാരതി, വിജയ ബേക്കറി, ബേക്ക് സ്റ്റോറി എന്നിവ തുറന്നു. ഹോട്ടൽ സമരത്തെ തുടർന്ന് ഹോട്ടൽ ഭക്ഷണം മാത്രം ആശ്രയിച്ച് കഴിയുന്ന നഗരവാസികളും ഉദ്യോഗസ്ഥരും ഉച്ചഭക്ഷണത്തിനായി പ്രയാസപ്പെട്ടു. തുറന്നു പ്രവർത്തിച്ച കോഫി ഹൗസുകളിൽ നല്ല തിരക്കായിരുന്നു. വൈകിട്ട് മാത്രം സജീവമാകാറുള്ള തട്ടുകടകൾ മിക്കതും രാവിലെ മുതൽ തുറന്നിരുന്നത് ആശ്വാസമായി. അതേസമയം മാഹി മേഖലയിലും പള്ളൂർ, കോപ്പാലം എന്നിവിടങ്ങളിലും ഹോട്ടലുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിച്ചു. കൂത്തുപറമ്പ് കൈതേരിയിൽ മരംവെട്ട് തൊഴിലാളിയെ ഗുണ്ടാസംഘം മാരകായുധങ്ങളുമായി എത്തി വീട്ടിൽ കയറി ആക്രമിച്ചു. കൈതേരിയിലെ മരുതോറ വീട്ടിൽ വിജേഷാണ് ആക്രമിക്കപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഇരുമ്പ് കമ്പിയും കല്ലും കൊണ്ടുള്ള ആക്രമണത്തിൽ വിജേഷിന്റെ തല തകർന്നു. ഇടത് കാലില് പൊട്ടി. വധശ്രമത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റ വിജേഷിനെ ബഹളം കേട്ടെത്തിയവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. ഒരു സുഹൃത്തുമായുള്ള തർക്കത്തിന്റെ പേരിൽ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെയുള്ള 5 അംഗ ഗുണ്ടാ സംഘമാണ് തന്നെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിജേഷ് പറഞ്ഞു. കുണ്ടു സുനീഷനാണ് എന്നെ അടിച്ചത്. പിന്നെ ശ്രീനാഥ് പഠിച്ചിന്. പിന്നെ അമൽ എന്ന് പറഞ്ഞ അവനെ പഠിച്ചിന്. ഞാൻ പണിയും കയറി വീട്ടിൽ വന്ന സമയത്താണ് അവർ വന്നിട്ട് പെട്ടെന്ന് വേക്കിലൂട്ട് വന്നിട്ടാണ് തലക്കടിച്ച്, കല്ലും എടുത്തിട്ട് തലക്കൊടിച്ച്, കാലിന് ഇരുമ്പ് പൊടി എടുത്തടിച്ച്. ഞാനും ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കമായിട്ട് ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് രാത്രി ഒരു 7 മണിക്ക് സമയത്ത് ഇവരെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവർ എന്നോട് ഒച്ചപ്പാടുള്ളാക്കി. അന്ന് കോളറെല്ലാം പഠിച്ചിന്. ഇത് കുണ്ടു സുനീഷ് എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ് ഇന്നെ വിടുമെന്ന് വെച്ചാൽ ഇന്നെ അടിച്ച് കൊല്ലേണ്ട വിധത്തിൽ എന്നെ ആക്കൂന്ന് പറഞ്ഞ്. എന്നിട്ട് രാത്രി വന്നിട്ടാണ് വൈകുന്നേരം ഇന്നലെ വന്നിട്ടാണ് എന്നെ തലക്കടിച്ചത്. വീട്ടിൽ കയറിയിട്ടാണ് അടിച്ചത് തന്നെ. അവർ 4 പേര്. 2 ദിവസം മുൻപ്
നിർമ്മലഗിരി കോളേജ് പരിസരത്തും വിജേഷിനെ ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മൂന്നാം പീടിക സ്വദേശികളായ 5 അംഗ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചതെന്ന് വിജേഷ് പറയുന്നു. 6 മണിക്കാണ് നമ്മൾ അറിയുന്നത്. ഇതിന്റെ ഒച്ച കേട്ടിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ 2 ആള് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇപ്പം തലയും മുറിയിട്ടുണ്ട്, കാലിനും ഇതെല്ലാം ഇതെല്ലാം. പിന്നെ നടമ്പണിയെല്ലാം എടുക്കുന്ന മരമുറി ജോലിയെല്ലാം ചെയ്തിട്ട് വരുന്ന. പിന്നെ ഇനി മുമ്പോട്ട് ഇതിൻ്റെ 2 മാസം ഇത് വിശ്രമം ഇതെല്ലാം പറയുന്നു. ഇനി മുമ്പോട്ടുള്ള സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഈ ഇപ്പം ഇതിന് മുമ്പേയുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ പന്ന്യന്നൂർ ഭാസി ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. 84 വയസ്സായിരുന്നു. സാഹിത്യരംഗത്ത് തനതായ സംഭാവനകൾ നൽകിയ അദ്ദേഹം കഥകളും ലേഖനങ്ങളും സാംസ്കാരിക നിരൂപണങ്ങളും ഉൾപ്പെടെ വിവിധ സാഹിത്യ ശാഖകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 12:30 വീട്ടുവളപ്പിൽ നടക്കും. പന്ന്യന്നൂരിലെ KP ഭാസ്കരനാണ് എഴുത്തിന്റെ ലോകത്ത് പന്ന്യന്നൂർ ഭാസിയായത്. നാട്ടുകാരൻ കൂടിയായ MV ദേവനുമായുള്ള അടുത്ത പരിചയമാണ് എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയായത്. 1960-ൽ 18ാമത്തെ വയസ്സിൽ മാതൃഭൂമി വരാന്ത പതിപ്പിൽ എഴുതിയ കഥയ്ക്ക് 6 രൂപ പ്രതിഫലം കിട്ടിയതാണ് സാഹിത്യരംഗത്ത് കാലുറപ്പിക്കാൻ ഭാസ്കരന് പ്രചോദനമായത്. 1963-ൽ ജനയുഗം വാരികയിൽ ചങ്ങാതികൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ബാലസാഹിത്യ കൃതിയാണ് ആദ്യ പുസ്തകം. ഇതിനകം 25ഓളം പുസ്തകങ്ങൾ പുറത്തിറക്കി. കുട്ടികളുടെ തച്ചോളിയോധനൻ, വടക്കൻപാട്ടിലെ വീരാങ്കനമാർ തുടങ്ങി ഫോക്ലോർ വിഭാഗത്തിൽ 7 പുസ്തകങ്ങൾ രചിച്ചു. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ജീവചരിത്ര ബാലസാഹിത്യ ഗ്രന്ഥങ്ങളും ഭാസിയുടേതായുണ്ട്. നോവൽ 4 എണ്ണമുണ്ട്. 1997-ൽ സഹകരണ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറായി വിരമിച്ച ശേഷമാണ് ഗ്രന്ഥരചനയിൽ കൂടുതൽ മുഴുകിയത്. കോഴിക്കോട് ആകാശവാണി നിലയം ഭാസിയുടെ റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. വടക്കൻ പാട്ടിലെ ഈരടികൾ അടിസ്ഥാനമാക്കി ചാപ്പനെ കണ്ടോ കുട്ടിയോളെ എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. സർവീസ് പെൻഷനേഴ്സ് സംഘടനയുടെയും കേരള വയോജന വേദിയുടെയും പ്രവർത്തകനാണ്. 50 വർഷത്തിലധികമായി പന്ന്യന്നൂർ PTK ആനന്ദൻ സ്മാരക വായനശാല ഭാരവാഹിയായിരുന്നു. സ്വാതന്ത്ര്യം മോഹിച്ച സമരസേനാനി, തച്ചോളിയോധനൻ, പുരാവൃത്തം, പ്രസ്ഥാനം, ഗതി, അംഗം, അശാന്തിക്കപ്പുറം, ചങ്ങാതികൾ, ഗുണ്ടട്ടിൻ്റെ ഗുരുനാഥന്മാർ, കുട്ടികളുടെ തച്ചോളിയോധനൻ, വടക്കൻ പാട്ട് കഥകൾ, 5 വടക്കൻ പാട്ടുകൾ, തമ്പുരാനെ തോൽപ്പിച്ച പെണ്ണ്, വടക്കൻ പാട്ടുകളിലെ വീരാങ്കനമാർ, സഹകരണ പഠന സഹായി, സഹകരണ വിജ്ഞാനം, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കഥ, സംക്ഷിപ്ത സഹകരണ വിജ്ഞാന ബോധിനി, E. നാരായണൻ സഹകരണത്തിൻ്റെ സാരഥി, വാഗ്ബടാനന്ദ ഗുരു സഹകാരിയും നവോത്ഥാന നായകനും, കാലിടറാതെ എന്നിവയാണ് കൃതികൾ. മൊയ്യാരത്ത് ശങ്കരൻ്റെ ജീവിതകഥ ആസ്പദമാക്കി എഴുതിയ സ്വാതന്ത്ര്യം മോഹിച്ച സമരസേനാനി എന്ന പുസ്തകം ഡോക്ടർ തോമസ് ഐസക്കാണ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയത്. നിയുക്ത MLA PK പ്രവീൺ ഉൾപ്പെടെ നിരവധി പ്രമുഖർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പരേതയായ VP ഭവാനിയാണ് ഭാര്യ. KSEB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP ബീന, UAEയിൽ എഞ്ചിനീയറായ KP ബിജു, പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായ ബൈജു ഭാസ്കർ എന്നിവർ മക്കളും. ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക VP നാദിയ, നെടുമ്പ്രം കാരാർത്ത് UP സ്കൂളിലെ അധ്യാപിക PC പ്രനിഷ, പരേതനായ MS സുഗുണൻ എന്നിവർ മരുമക്കളുമാണ്. ചുക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിലെ റിട്ടയർഡ് ചിത്രകലാധ്യാപകൻ KP വിശ്വനാഥൻ, KP രവീന്ദ്രൻ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 12:30 വീട്ടുവളപ്പിൽ നടക്കും. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഈസ്റ്റ് പള്ളൂർ മങ്ങാട് ഭാഗത്ത് ലോറി ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ഭാഗത്തേക്ക് ചെങ്കല്ല് കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് ആക്സിൽ പൊട്ടി ഡിവൈഡറിൽ ഇടിച്ചതോടെയാണ് ഗതാഗത തടസ്സമുണ്ടായത്. ചെങ്കല്ലുകൾ മാറ്റി ലോറി നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതുവരെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഈസ്റ്റ് പള്ളൂർ മങ്ങാട് ഭാഗത്ത് ലോറി ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്നാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കല്ല് കയറ്റി ലോറി നിയന്ത്രണം വിട്ട് ആക്സിൽ പൊട്ടി ഡിവൈഡറിലിടിച്ച് പിന്നിലെ 2 ടയറുകളും ഊരിത്തെറിക്കുകയായിരുന്നു. ബൈക്കുകാരൻ കുറുകെ പോയപ്പോൾ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോറിയുടെ നിയന്ത്രണം വിട്ടതെന്ന് ഡ്രൈവർ പറഞ്ഞു. ഇതേ തുടർന്ന് വാഹനങ്ങൾ ചൊക്ലി, മേക്കുന്ന്, മോന്താൽ വഴിയാണ്
കോഴിക്കോട് ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടായതോടെ യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂരിൽ BJPയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കേരളം, ആസാം, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ BJP തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. ആസാം, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ BJP തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് BJP പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. DJ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം പാനൂർ ടൗണിൽ നടത്തിയത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാൽ, VP സുരേന്ദ്ര മാസ്റ്റർ, P സത്യപ്രകാശ്, CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, VP ഷാജി മാസ്റ്റർ, AK ഭാസ്കരൻ, CP സംഗീത, EP ബിജു, രാജേഷ് കൊച്ചിയങ്ങാടി, M രത്നാകരൻ, KP സുഗില, ഓട്ടാണി പത്മനാഭൻ, N ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
എരഞ്ഞോളിയിൽ വലിയപറമ്പ് സുകുമാരൻ കിസാൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് സുകുമാരൻ കിസാൻ റോഡ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി പഞ്ചായത്ത് നെടുങ്ങോട്ടിൽ വാർഡ് അംഗം സുസ്മിത അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ, VK നിമിഷ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം സുഗതൻ എന്നിവർ സംബന്ധിച്ചു. ഉത്തര മലബാറിലെ ആരോഗ്യ മേഖലയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് കണ്ണൂർ ആസ്റ്റർ മിംസ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 75,000 എൻഡോസ്കോപ്പി പരിശോധനകളും ചികിത്സകളും ഗ്യാസ്ട്രോ എൻഡോളജി വിഭാഗം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. 7 വർഷത്തിനുള്ളിൽ 75,000 എൻഡോസ്കോപ്പി പരിശോധനകളും ചികിത്സകളും ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ മുഖ്യാതിഥിയായി ആസ്റ്റർ DM ഹെൽത്ത് കെയർ കേരള ക്ലസ്റ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജ് പങ്കെടുത്തു. സങ്കീർണമായ ശസ്ത്രക്രിയകൾ ഒഴിവാക്കി രോഗികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ചികിത്സ ഉറപ്പാക്കുന്നതിൽ ഡോക്ടർ KG സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 6-അംഗ മെഡിക്കൽ സംഘത്തെയും അദ്ദേഹം അനുമോദിച്ചു. 75,000 പ്രൊസീജിയർ ചെയ്യുന്നതല്ല, ഒരു കൊല്ലം ഏതാണ്ട് 7,000 പ്രൊസീജിയർ, അതായത് ഒരു ദിവസം 20 തൊട്ട് 30 വരെ പ്രൊസീജിയർ. അത്രയും വോള്യൂം ചെയ്യുന്ന ഒരു സെൻറ്റർ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഉത്തര മലബാറിൽ മെഡിക്കൽ കോളേജിൽ വരെ ഉണ്ടാവും. ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട രോഗനിർണയത്തിനും ചികിത്സകൾക്കുമായി നിരവധി നൂതന സംവിധാനങ്ങളാണ് കണ്ണൂർ ആസ്റ്റർ മിംസിലുള്ളത്. അപ്പർ GI എൻഡോസ്കോപ്പി, ലോവർ GI എൻഡോസ്കോപ്പി, ERCP എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്, പോയം, ESD എൻഡ്രോസ്കോപ്പി, സ്പൈഗ്ലാസ് കൊളാഞ്ചിയോസ്കോപ്പി, ഈസാഫോഗൽ ആൻഡ് അനറക്റ്റിക്കൽ മനോമെട്രി, ബയോഫീഡ്ബാക്ക് തെറാപ്പി തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള സേവനങ്ങളാണ് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം നൽകി വരുന്നത്. ചികിത്സാ രംഗത്ത് നൂതന മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് കണ്ണൂർ ആസ്റ്റർ മിംസ്. രോഗികൾക്ക് കൂടുതൽ മികച്ച സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത 3 മാസത്തിനുള്ളിൽ എൻഡോസ്കോപ്പിക് സ്യൂച്ചറിംഗ് ഡിവൈസ് എന്ന പുതിയ സാങ്കേതിക വിദ്യ കൂടി ആശുപത്രിയിൽ ലഭ്യമാക്കുമെന്ന് ആസ്റ്റർ മിംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. വാഹനാവയവങ്ങളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് നിലവിലുള്ള ശസ്ത്രക്രിയകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന അത്യാധുനിക സംവിധാനമാണിത്. ഈ പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നതോടെ വലിയ ശസ്ത്രക്രിയകളില്ലാതെ തന്നെ ആമാശയത്തിലെയും കുടലിലെയും തകരാറുകൾ കൂടുതൽ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നതെന്ന് ആസ്റ്റർ മിംസ് CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് പറഞ്ഞു. ഗ്യാസ്ട്രോ വിഭാഗം ഡോക്ടർമാരായ ജാവേദ്, P കവിത, R വിവേക് കുമാർ, വിജോഷ്, ജെസി മൻസാരി, ഗ്യാസ്ട്രോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ, ഗ്യാസ്ട്രോ സർജറി വിഭാഗം ഡോക്ടർ BL അമിത്, റഹീഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ തെറ്റുതിരുത്തൽ അധരവ്യായാമം മാത്രമെന്ന് നിയുക്ത തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. ഇക്കാലം വരെ CPM തെറ്റു തിരുത്തിയിട്ടില്ലെന്നും തിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണെന്നും ഗോവിന്ദൻ. അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ച് നിയുക്ത MLA TK ഗോവിന്ദൻ. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. വടക്കേപ്പൊയിലൂരിൽ സ്ഫോടക വസ്തു പൊട്ടി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ 2 വിരലുകൾ മുറിച്ചുമാറ്റി. വീട്ടുമുറ്റത്തുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റത് മുഹമ്മദ് ഷഹദിന്. അന്യായമായ പാചകവാതക വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. കോഫി ഹൗസുകൾ തുറന്നത് രക്ഷയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.